തെക്ക് പിടിക്കുമോ മോദി? എന്തെങ്കിലും സാധ്യതയുണ്ടോ? തെക്ക് പിടിക്കാൻ ഉള്ള പരിശ്രമത്തിലാണ് നരേന്ദ്രമോദി എന്ന് കൺസീഡ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ആ, ഫോളോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എങ്കിൽ പോലും വളരെ ആ, ഒരു അധ്വാനം നമ്മളെല്ലാ വർക്കിലും നടത്തണമല്ലോ. ആ അധ്വാനം നരേന്ദ്രമോദി നടത്തുന്നുണ്ട് എന്നാണ് കാണേണ്ടത്. നോക്കൂ, ഇപ്പോൾ തെക്കടക്കമുള്ള സംസ്ഥാനങ്ങൾ 120 ലോക്സഭാ സീറ്റുകളുണ്ട് അവിടെ. കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പഞ്ചാബ്, കശ്മീർ, മിസോറാം, നാഗാലാൻഡ്, ലക്ഷദ്വീപ്. ഇതാണ് ബി ജെ പിക്ക് യാതൊരു തരത്തിലും ഒരു സ്വാധീനവുമില്ലാത്ത സംസ്ഥാനങ്ങൾ. ഇവിടെ ഒന്നാമത്തെ സ്ഥാനത്തും രണ്ടാമത്തെ സ്ഥാനത്തും ബി ജെ പി അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആ 120 ലോക്സഭാ സീറ്റുകളിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 6 സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ തെലങ്കാനയിൽ 4 സീറ്റുകൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ 2 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് തെലങ്കാനയിൽ 4 സീറ്റുകൾ കിട്ടില്ല. കാരണം തെലങ്കാനയിൽ 2019 4 സീറ്റ് കിട്ടുമ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ഒരു ബംഗാൾ മോഡൽ കുതിച്ചുചാട്ടം തെലങ്കാനയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ 4 സീറ്റ് തെലങ്കാനയിൽ 2019 ബി ജെ പി കിട്ടിയപ്പോൾ കോൺഗ്രസിന് എത്രയായിരുന്നു സീറ്റ് എന്നറിയാമോ? 2 സീറ്റ്. ആ 2 സീറ്റുള്ള കോൺഗ്രസ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുതിച്ചുചാട്ടം നടത്തി 1-ാം നമ്പർ പാർട്ടിയായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കി ബി ജെ പി കോൺഗ്രസിൻ്റെ സ്പേസ് പിടിക്കാനല്ല നോക്കുന്നത്, ഒപ്പം കൂടിയിരുന്ന ബി ആർ എസിനെ ദുർബലമാക്കി ബി ആർ എസിൻ്റെ സ്പേസ് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിൽ പോലും ഈ 4 സീറ്റ് അവിടെ പ്രവചിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. പിന്നെ പഞ്ചാബിൽ വളരെ ആസൂത്രിതമായ വിധത്തിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ച് നിൽക്കാതെ പരസ്പരം മത്സരിച്ച് ബി ജെ പിയെ 3-ാം ശക്തിയാക്കി മാറ്റുന്നത്. അവിടെ അകാലിദളിനെ ഒപ്പം കൂട്ടാനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിയിരുന്നു. അപ്പോഴാണ് ഈ 2-ാം കർഷക സമരം വീണ്ടും വരുന്നത്. വീണ്ടും അകാലിദൾ ബി ജെ പി സഖ്യം നടക്കാതെ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നോക്കിയാൽ ഈ കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പഞ്ചാബ്, കശ്മീർ, മിസോറാം, നാഗാലാൻഡ്, ലക്ഷദ്വീപ്, ഇവിടെ ഒന്നും തന്നെയും ഈ കഴിഞ്ഞ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ സംഘടനാപരമായി മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നേരിട്ടറിയാവുന്നതുപോലെ കേരളത്തിൽ വളരെ കാലമായി ബി ജെ പി 5 ലോക്സഭാ മണ്ഡലങ്ങൾ അവരുടെ A+ സീറ്റുകളാണ് എന്ന് പറയുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സിനെ തൃശ്ശൂരിൽ വളർത്തിയെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം പോലുള്ള ലോക്സഭാ സീറ്റിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു എൻട്രി എടുക്കുന്നുണ്ട്. ആറ്റിങ്ങൽ പോലുള്ള ലോക്സഭാ സീറ്റിൽ വി മുരളീധരൻ എന്ന് പറയുന്ന ഇവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു വീട് വാങ്ങുന്നു, എന്നിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതൊന്നും തന്നെയും ബി ജെ പിക്ക് ഒരു സീറ്റ് ഒരു അഷുറൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേരളം നിലവിലെ സ്ഥിതിയിൽ പോലും ബി ജെ പിയോട് ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു സംസ്ഥാനമായി തുടരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്ന 120 ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന്. ബി ജെ പി ശരിയാണ്, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുമ്പോൾ തുടർച്ചയായി 4-ാമത്തെ തവണയാണ് കേരളത്തിലെത്തുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ഇവിടുത്തെ നേതാക്കൾക്ക്, ഇവിടുത്തെ നേതൃത്വത്തിന് പറ്റുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ചിത്രമാണ് ബി ജെ പിയുടെ. എന്തുകൊണ്ടാണ് ബി ജെ പി ഇവിടുത്തെ നേതൃത്വത്തെ മാറ്റാതിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നിരന്തരമായി കേൾക്കുന്നുണ്ട്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ ഒരു എഫിഷ്യൻ്റ് നേതൃത്വം എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആ നേതൃത്വത്തെ നിലനിർത്തുന്നത്. ആ നേതൃത്വത്തിന് ബി ജെ പി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന്. അതേസമയം തന്നെ നമുക്ക് വേറൊരു മേഖലയെ കാണാം. 223 സീറ്റുള്ള ഹിന്ദി ഹാർട്ട്ലാൻഡ്, അത് യു പി ഉണ്ട്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ദില്ലി, ഗുജറാത്ത്, അസം, ജമ്മു കശ്മീർ, ജമ്മു, ത്രിപുര, അരുണാചൽ പ്രദേശ്, ഗോവ, അവിടെ 85% സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണമായാലും, ഇപ്പോൾ CAA ആയാലും, ഇതൊക്കെ തന്നെയും ഈ മേഖലയിൽ സീറ്റ് നഷ്ടപ്പെടരുത്. പല സംസ്ഥാനങ്ങളിലും 100% സ്ട്രൈക്ക് റേറ്റ് ആണ്. അപ്പോൾ ആ 100% സ്ട്രൈക്ക് റേറ്റ് ഇന്ന് കുറയരുത്. മാത്രമല്ല ഇവിടെ കൂട്ടാനുള്ള ശ്രമം വേണം. എന്നാൽ അവിടേക്ക് സംഘടനാപരമായ ബലം കുറയുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആന്ധ്രാപ്രദേശ്
ആന്ധ്രാപ്രദേശിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. കാരണം ആന്ധ്രാപ്രദേശിൽ TDPയും BJPയും സഖ്യം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നേരത്തെ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അവിടെ ചിലപ്പോൾ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം തെലങ്കാനയിൽ കുറയും എന്നുള്ളത് ഒഴിച്ചാൽ ഈ പറയുന്ന 120 ലോക്സഭാ സീറ്റുകളിൽ യാതൊരു മാറ്റവും BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി പുതിയ സാഹചര്യത്തിൽ എന്താണ്? BJPക്ക് ഇവിടെ കേരളത്തിലൊരു ജൈവികമായ വളർച്ച സാധ്യമാകാത്ത പശ്ചാത്തലത്തിൽ BJP എന്ത് ചെയ്യുന്നു? കോൺഗ്രസിനെ പൊളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നോട്ടമാണ് നോക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ പൊളിച്ച് അവിടെ ആ പൊസിഷനിലേക്ക് വരാൻ കഴിയുകയാണ് എങ്കിൽ BJP അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണല്ലേ, ആരൊക്കെയോ വരും പോകും എന്നൊക്കെ. എനിക്കൊരു സിനിമ ഓർമ്മ വരുന്നത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ വരും എന്ന അനൗൺസ്മെൻറ്റ് വരികയും ഒടുവിൽ പച്ചക്കുളം ഭാസിയാണ് എത്തിയത്. പച്ചക്കുളം ഭാസിയെ ജനങ്ങൾ നല്ല പച്ചമുട്ട എറിഞ്ഞ് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഈ വന്ന നേതാക്കളെ പച്ചക്കുളം ഭാസിയായിട്ട് പറയുന്നില്ല, പക്ഷേ കേട്ട പേരുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ പേരുകളാണ്, മോഹൻലാലിനെ പോലുള്ള പേരുകളാണ്. വന്നവർ പച്ചക്കുളം ഭാസിയല്ല, പക്ഷേ വന്നവർ അതിനോട് കിടപിടിക്കുന്ന ആളുകളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP വിചാരിച്ചിട്ടാണ് ഈ ലാറ്ററൽ എൻട്രി സാധ്യമാകുന്നില്ല, അതുപോലും സാധ്യമാകുന്നില്ല. ഇവിടെ എത്ര കേസുകളുള്ള ആളുകളുണ്ട്, ഇവിടെ എത്ര സ്ഥാനമോഹികളായ ആളുകളുണ്ട്. അവർക്ക് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാൽ പിന്നീട് ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാകില്ല എന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. നാളെ ചിലപ്പോൾ കാര്യങ്ങൾ മാറാം, പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാമൂഹ്യ ജീവിതം ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. എങ്കിലും കരുണാകരൻ്റെ മകൾ AK ആൻ്റണിയുടെ മകൻ എന്ന നിലയിൽ 2-3 പേരെയൊക്കെ കൊണ്ടുവരാൻ പറ്റി. അതൊക്കെ തന്നെയും ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ല. AK ആൻ്റണിയുടെ മകൻ്റെ പെർഫോമൻസൊക്കെ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കാണുന്നതാണ്. പത്മജ വേണുഗോപാലിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വലിയ പെർഫോമൻസ് ഒന്നുമില്ല. ആ പെർഫോമൻസ് ഇല്ലായിക, പക്ഷേ നമുക്കേ അറിയുള്ളൂ അത് നാഷണൽ ലെവലിൽ വിൽക്കാൻ പറ്റും. നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായ AK ആൻ്റണിയുടെ മകൻ കരുണാകരൻ്റെ മകൾ വന്നല്ലോ എന്ന് പറഞ്ഞൊരു പെർസെപ്ഷൻ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിൽ അത് യാതൊരു ഗുണവും ചെയ്യില്ല. നരേന്ദ്രമോദി വന്നോട്ടെ, ഇവിടുന്ന് നല്ല ഭക്ഷണം കൊടുക്കാം, നമുക്ക് നല്ല രീതിയിൽ കരിക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ പാർസൽ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ സീറ്റ് കിട്ടില്ല. ഓക്കെ, നികേഷ് സാർ, ഇപ്പോൾ തെക്ക് നമ്മൾ ചോദ്യം അതായിരുന്നു, പിടിക്കുമോ മോദി എന്നതായിരുന്നു. പിടിക്കില്ല, സീറ്റ് കിട്ടില്ല എന്നാണ് നികേഷ് സാറിന്റെ അഭിപ്രായം. Meet the editors.